ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി. 15 തൊട്ട് 25 ലക്ഷം രൂപ ഒരു ദിവസം ഈ ടോട്ടൽ ഇൻകത്തിൽ നിന്ന്, അതായത് 85 ലക്ഷം 1 കോടി രൂപയാണ് ഒരു ദിവസം ശബരിമലയിലെ കാണിക്ക വരുമാനമെങ്കിൽ അതിനകത്തുനിന്ന് സ്വർണം, വെള്ളി, പിന്നെ 15 to 25 lakhs അവർ കടത്തുന്നു. ആ ഞാൻ ചെല്ലുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് മുമ്പ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന SI പ്രശാന്ത്, അത് എൻ്റെ പീരീഡാണോ ഐ ആം ഡൗട്ട്ഫുൾ. ഈ 3 ഗാർഡ്സ്, പിന്നെ ഇവന്മാരെ ദേവസ്വം ജീവനക്കാരെ, എണ്ണിക്കൊണ്ടുവന്ന ദേവസ്വം ജീവനക്കാരെ പുറത്തിറക്കിയപ്പം ഈ 40 ലക്ഷം രൂപ, നിങ്ങൾ ആലോചിക്കണം, 3 പേരുടെ 40 ലക്ഷം രൂപ പ്രൈവറ്റ് അണ്ടർവെയറിനകത്തൊക്കെ വെച്ച് അവർ പുറത്തു കൊണ്ടുവന്ന് ഞങ്ങളെ കേസാക്കി വിജിലൻസ്. അപ്പം അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ അല്ലാതെ ഈ പിന്നെ ധനലക്ഷ്മി ബാങ്കാണ് അന്നും ഇന്നും അവരുടെ ബാങ്ക്. ധനലക്ഷ്മി ബാങ്കുമായിട്ട് ചേർന്ന് ഇവരിത് കടത്തും. ആ ധനലക്ഷ്മി ബാങ്കുകാർ ഈ പൈസ കളക്ട് ചെയ്ത് ഇവർ കുറിച്ചു കൊടുക്കും. ഈ എത്രയാണ് മാറ്റേണ്ടതെന്ന്, 25എങ്കിൽ 25, 20എങ്കിൽ 20, ചിലപ്പോൾ അതിലും കൂടുതലായിരിക്കാം. എന്നിട്ട് ആ പൈസ ഇവിടെ TDB ധനലക്ഷ്മി ബാങ്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഞാൻ ധനലക്ഷ്മി ബാങ്കിൻ്റെ DGM-നെ ഞാൻ എൻ്റെ ഓഫീസിൽ വിളിപ്പിച്ചു. അവിടെ ശബരിമലയിൽ വിളിപ്പിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ പ്രതിയാവും, അല്ലെങ്കിൽ ഞാൻ ഇത് മാറ്റാൻ പോവുകയാണ്, കാനറ ബാങ്കിന് കൊടുക്കാൻ പോവുകയാണ്, ഹൈക്കോടതിക്ക് റിപ്പോർട്ട് ചെയ്യും, അതുകൊണ്ട് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു. ഹൈ ഡെഫിനിഷൻ ക്യാമറ അവരുടെ അടുത്ത് വെപ്പിക്കാൻ പറഞ്ഞു, ഈ കാണിക്കാം മോഷ്ടിക്കുന്നത് നിർത്താൻ വേണ്ടി. അങ്ങനെ നിർത്തിയപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അവിടെ ആരെങ്കിലും നിൽക്കണ്ടേ. ഇതിങ്ങനെ 200 പേരിരുന്ന് എണ്ണമ്പം ഈ 2000-ൻ്റെ നോട്ട് മാറ്റിയാൽ അറിയാൻ നോക്കില്ല. അപ്പം ഞാനും ഉണ്ട്, പ്രശാന്തും ഉണ്ട്. പ്രശാന്ത് ഇപ്പോൾ CA ആണ് സ്പെഷ്യൽ ബ്രാഞ്ചിൽ. ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ, വേറെ ആരുണ്ട്, 2 പോലീസുകാരുണ്ട്. ഞങ്ങളെ കൊണ്ട് പറ്റില്ല. അപ്പം ഞാൻ അന്നിരുന്ന സ്പെഷ്യൽ കമ്മീഷണറായിട്ട് ആലോചിച്ചിട്ട് ഞാൻ 50 പോലീസുകാരെ, ചെറുപ്പക്കാരായ പോലീസ്, 2 വർഷം 3 വർഷം സർവീസുള്ള പോലീസുകാരെ SAP-ന്നോ KAP-ന്നോ കൊണ്ടുവരാൻ തീരുമാനിച്ചു. അങ്ങനെ എഴുതി. അപ്പം ഞാൻ പറഞ്ഞ ഈ IPS ഉന്നതൻ വളരെ ഒരു പവർഫുൾ പോസ്റ്റിലിരിക്കുകയാണ്. അങ്ങേര് ശക്തിയുക്തമായി എതിർത്തു. അതായത് അയ്യപ്പനെതിരായിട്ട് ആണ് ഇങ്ങനെ പരിപാടി മുഴുക്ക എല്ലാം. ഇപ്പം അങ്ങേര് ചാനലിലൊക്കെ ഇറങ്ങി അയ്യപ്പനെ കണ്ടുപിടിച്ച ആളെന്ന് പറഞ്ഞ് നടപ്പുണ്ട്. അപ്പം ഇയാൾ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം 50 പോലീസുകാരില്ലെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റില്ല, കാണിക്കാൻ വീണ്ടും മോഷണം നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ തോട്ടത്തിൽ രാധാകൃഷ്ണൻ സാറിനെ, ഞാനും സ്പെഷ്യൽ കമ്മീഷണറും കൂടെ നേരിട്ട് പോയി കണ്ട് പറഞ്ഞു. അങ്ങനെ തോട്ടത്തിൽ രാധാകൃഷ്ണൻ സാറാണോ രജിസ്ട്രാറാണോ എന്ന് എനിക്കറിഞ്ഞൂടാ, ആരോ മറ്റേ IPS ഉന്നതനെ വിളിച്ചിട്ട് കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇവിടെ പോലീസുകാരില്ല. ഉണ്ടോ ഇല്ലയോ, ഇത് ഹൈക്കോടതിയുടെ ഡയറക്ഷനാണ്, നിങ്ങൾ പോലീസുകാരെ തന്നേ പറ്റുള്ളൂ. അങ്ങനെ 50 പോലീസുകാരെ തന്നു, 45-50 പോലീസുകാരെ. അപ്പോൾ ഈ 50 പോലീസുകാരെ, അപ്പോൾ ഇവർ പറഞ്ഞു അവിടെ ഉടുപ്പിട്ടുകൊണ്ട് കയറാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, ഉടുപ്പഴിച്ച് വെച്ചിട്ട് നിങ്ങൾ ഒരു മുണ്ടോ തോർത്തോ നെഞ്ചിലിട്ടിട്ട്, അങ്ങനെ അവരെ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോരുത്തർക്ക് 6 മണിക്കൂർ 5 മണിക്കൂർ ഡ്യൂട്ടി. അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, പിന്നെ ക്യാമറ വർക്ക് ചെയ്യും. ഞാൻ അവിടുന്ന് പോയ ശേഷം ഞാൻ പിന്നെ അറിഞ്ഞു ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട്. ക്യാമറ 5 മിനിറ്റ് 10 മിനിറ്റ് ഓഫ് ചെയ്യും, എന്നിട്ട് ഈ കെട്ട് മാറ്റും. അപ്പോൾ അവർ ക്യാമറയും വെട്ടിച്ചു. ഇതൊന്നും നോക്കാനും പിടിക്കാനൊന്നും അവിടെ ഒരു സംവിധാനം ഇല്ലല്ലോ. ആർക്കാ താല്പര്യം. ഞാൻ അവിടുന്ന് പോയി.